നമ്മൾ ദുബായിലെ പ്രധാനപ്പെട്ട 3 ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒന്ന് പറഞ്ഞു ദുബായ് റെസ്റ്റ് ആപ്ലിക്കേഷൻ, ആൻഡ് സെക്കൻഡ് വൺ പറഞ്ഞ് DXP ഇൻ്ററാക്ട്, ആൻഡ് ഫൈനൽ വൺ തേർഡ് വൺ ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഒരു വിധം ആർക്കും അറിയാത്ത അല്ലെങ്കിൽ പലർക്കും ഇതിനെ പറ്റിയിട്ടൊരു ധാരണയല്ല. ഇനിയിപ്പോൾ ഏജൻറ്റുമാരാണെങ്കിലും ഇനി അതല്ല ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഒന്നും ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ട് വലിയ ധാരണയല്ല. ഐ മീൻ പോർട്ടൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരാണ് DIS, ഡെവലപ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഡെവലപ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു ഗവൺമെൻറ് വെബ്സൈറ്റാണ്, ഒരു പോർട്ടലാണ്. ഓക്കെ, ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ദുബായിയുടെ കംപ്ലീറ്റ് മാപ്പ്, ദുബായിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ പ്ലാനുകൾ, ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റുകൾ, മാസ്റ്റർ പ്ലാനുകൾ, മാസ്റ്റർ കമ്മ്യൂണിറ്റികൾ, അവരുടെ കംപ്ലീറ്റ് A to Z പ്ലാനുകളും ഉൾക്കൊള്ളുന്ന ഒരു ദുബായ് മാപ്പ്, അതിനെ പ്ലോട്ടായിട്ട് തരംതിരിച്ചിട്ടുള്ള എല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് മാപ്പിനെയാണ് DIS എന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ദുബായ് ബ്ലൂ ലൈൻ മെട്രോ ഇറ്റ്സ് കമ്മിങ്, ഇറ്റ്സ് ഹാപ്പനിങ് എന്നുള്ളത് വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ബട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ ദുബായ് ഡെവലപ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ കയറി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുന്ന സമയത്ത് തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ദുബായിയുടെ മാപ്പ് കംപ്ലീറ്റ് വരും. അത് നിങ്ങളിങ്ങനെ സൂം ചെയ്ത് പോകുമ്പോൾ ഓരോരോ പ്ലോട്ട് വൈസിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ഡൗൺ ടൗൺ ഏരിയ ആണെങ്കിൽ ഡൗൺ ടൗണിൽ ഇത് ബുർജ് ഖലീഫ നിൽക്കുന്ന ഏരിയ അവിടെ ഫൗണ്ടൈൻ ഇവിടെ, പിന്നെ ഓരോരോ പ്ലോട്ടിന് നമ്പർ ഉണ്ട്. ആ പ്ലോട്ട് നമ്പേഴ്സ്, പിന്നെ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിംഗ് ഏതാണ്, അതിൻ്റെ പേരെന്താണ്, എത്ര സ്റ്റോറിയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു മെനു ഉണ്ട്. മെനു മീൻസ് അതിൽ ഓരോരോ ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഇന്ന കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള, അപ്പോൾ അതിൽ റോഡുകളൊക്കെ കാണാം. ഓക്കെ, ഒരുപാട് പച്ചയും നീലയും ചുവപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് ലൈനുകളൊക്കെ കാണാം. അതെന്താണ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുള്ളത്? അതെന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലൂ ആയിട്ടുള്ളൊരു ലൈൻ നിങ്ങൾക്ക് മാപ്പിലൂടെ നീളം കാണാം. അതാണ് ബ്ലൂ ലൈൻ മെട്രോനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ റെഡ് ലൈൻ ഉണ്ട്, റെഡ് ലൈൻ മെട്രോ, ഗോൾഡൻ ലൈൻ, ഓറഞ്ച് ലൈൻ, പർപ്പിൾ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെട്രോ ലൈനുകൾ. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടാകെ റെഡ് ലൈനും ഗ്രീൻ ലൈനും മാത്രമുള്ള മെട്രോ. ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ബ്ലൂ ലൈൻ. ബാക്കി ഓറഞ്ചും ഗോൾഡനും പർപ്പിളൊക്കെ വരാൻ പോകുന്ന മെട്രോ ലൈൻസാണ്. ബട്ട് അതൊക്കെ എന്തായാലും മിനിമം ഒരു 5 to 10 years ടൈം എടുക്കും എല്ലാം ഫങ്ഷനിങ് ആകുമ്പോഴേക്ക്. അതുപോലെ ഇനി ഇത്തിഹാദ് റെയിൽ. ഓക്കെ, ഇത്തിഹാദ് റെയിൽ എവിടേക്കാണ് വരുന്നത്, ഏത് രീതിയിൽ, ഏതൊക്കെ ലൊക്കേഷനിലൂടെയാണ്, ഏതൊക്കെ കമ്മ്യൂണിറ്റിയുടെ അടുത്ത് കൂടിയാണ് പോകുന്നത്, ദുബായിൽ എവിടേക്കാണ് സ്റ്റോപ്പുകൾ ഉള്ളത് എന്നൊക്കെ നമുക്ക് അതിൽ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കൊണ്ടൊക്കെയുള്ള ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ ഗുണം എന്നല്ല. ഒരു ഉദാഹരണം, നിങ്ങളിപ്പോൾ ഒരു MRൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്, ഒരു 1 bedroom വാങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു വില്ല വാങ്ങുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡമാക്കിൽ വാങ്ങുകയാണ്, ഷോബയിൽ വാങ്ങുകയാണ്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ എവിടെയാണോ നിൽക്കുന്നത്, ആ ലൊക്കേഷനിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റുകളാണ് വരാൻ പോകുന്നത്. ഓക്കെ, അവിടെ പുതിയ മെട്രോ ലൈൻസ് എന്തെങ്കിലും പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള ഉണ്ടോ, വരാൻ ചാൻസ് ഉണ്ടോ, അതേപോലെ ഇത്തിഹാദ് റെയിൽ പാസ് ചെയ്യുന്നതാണോ, ഇത്തിഹാദ് റെയിലിൻ്റെ സ്റ്റോപ്പുള്ള അടുത്താണോ, അതല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പാർക്കുകൾ, അല്ലെങ്കിൽ അതുപോലെ കമ്മ്യൂണിറ്റി പാർക്കുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയ ആണോ, അല്ലെങ്കിൽ നിയർ ടു റോഡുകൾ എന്തൊക്കെയാണ്. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുബായിയുടെ നിങ്ങളുടെ ആ പ്രൊജക്റ്റുള്ള ലൊക്കേഷനെ കുറിച്ചിട്ട് A to Z ഡീറ്റെയിൽ പഠിക്കാൻ സഹായിക്കുന്ന ഒരു വെബ് പോർട്ടലാണ്, ഒരു ഓൺലൈൻ പോർട്ടലാണ് DIS എന്ന് പറയുന്നത്. ദുബായിലെ A to Z ഡീറ്റെയിൽസ് ലൊക്കേഷനെ പറ്റിയിട്ടുള്ള പഠിക്കാൻ പറ്റുന്ന ഒരു ഇത്. ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും പുതിയ അൽ മക്തൂം എയർപോർട്ട്. അൽ മക്തൂം എയർപോർട്ട് എക്സാക്ട്ലി എവിടെയാണ് വരുന്നത്, അതിൻ്റെ സൈസ് എത്രയാണ്, ആ പ്ലോട്ടിൻ്റെ, അതിൻ്റെ സൈഡിൽ ഏതൊക്കെ കമ്മ്യൂണിറ്റീസാണ്. നിങ്ങളിപ്പോൾ ഗൂഗിൾ മാപ്പിൽ കയറി നോക്കിയാൽ ഈ ഡെവലപ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പല ഏജൻസിമാർ മാർക്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ എക്സാക്റ്റ് പ്രോപ്പർലി അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, എയർപോർട്ടിൽ നിന്ന് നിങ്ങളുടെ പ്രൊജക്റ്റിലോട്ട് എത്ര ദൂരമാണുള്ളത്, പിന്നെ അതുപോലെ നിയർ ബൈ എയർപോർട്ടിൻ്റെ അടുത്ത് ഏതൊക്കെ കമ്മ്യൂണിറ്റികളാണ് എക്സിസ്റ്റിംഗ് ഉള്ളത്, അല്ലെങ്കിൽ വരാൻ പോകുന്നത് ഏതൊക്കെയാണുള്ളത്, ആ ഒരു പ്രൊജക്റ്റിൻ്റെ നമ്പേഴ്സ് എന്തൊക്കെയാണ്, ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അതിനടുത്തുള്ള പബ്ലിക് അട്രാക്ഷൻസ്,
ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എന്തൊക്കെയാണ്, പിന്നെ അത് റെസിഡൻഷ്യൽ ഏരിയാസ് ഏതൊക്കെയാണ്, പിന്നെ അത് കൊമേഴ്ഷ്യൽ ഏരിയാസ് ഏതൊക്കെയാണ് അവിടെ, അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഉണ്ടോ അതിൻ്റെ അടുത്ത്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഇൻ ഡീറ്റെയിൽ ആയിട്ട് ദുബായിലെ ലൊക്കേഷനെ പറ്റിയിട്ട് പഠിക്കാൻ പറ്റുന്ന സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഇത്. DIS നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ട് അടിച്ചു നോക്കുക, ഡെവലപ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, DDIS എന്നാണ് ഫുള്ളായിട്ട് പറയുന്നത്, ദുബായ് ഡെവലപ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതിൽ കയറി നോക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ കയറി വെക്കുക, ആ പ്രൊജക്റ്റിൻ്റെ പേരടിച്ച് വെക്കുക. ആ പ്രൊജക്റ്റിൻ്റെ പേരടിച്ചാൽ ഡയറക്റ്റ് ആ പ്രൊജക്റ്റിൻ്റെ നിൽക്കുന്ന ലൊക്കേഷനിലോട്ടായിരിക്കും സൂമായിട്ട് പോവുക. അതല്ലെങ്കിൽ നിങ്ങൾ സൂം ചെയ്ത് പോയിട്ട് കണ്ടുപിടിക്കുക. ഇനി എല്ലാ പ്രൊജക്റ്റിൻ്റെ നമ്പറോ പ്രൊജക്റ്റിൻ്റെ പേരോ അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ നമ്പറോ അറിയണമെങ്കിൽ ജസ്റ്റ് ആയി ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെർച്ച് ചെയ്യുക, അപ്പോൾ കറക്റ്റ് പോകും. ഇപ്പോൾ നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ ചുറ്റുപാടത്ത് എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയൊക്കെ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ ബെനിഫിറ്റ് കിട്ടുമോ കിട്ടില്ല, ആ ലൊക്കേഷൻ ഡെവലപ്പിംഗ് ആണോ ഡെവലപ്പിംഗ് ആവില്ലേ, അല്ലെങ്കിൽ ഓൾറെഡി ഡെവലപ്ഡ് ആണോ എന്നീ തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്കിതൊന്ന് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു സമ്മറിയെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഈ DDIS എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ദുബായിലെ പ്രധാനപ്പെട്ടിട്ടുള്ള 3 ആപ്ലിക്കേഷനെ കുറിച്ചിട്ടായിരുന്നു നമ്മളിപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയിലും ഈ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. ഇനി പുതിയതായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഓക്കെ.